This call is now being recorded. Okay, good morning to all. For today, we are discussing about the citizenship in India or in Indian Constitution. ഇപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ട്. ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഇതാ Article 5 to 11. Article 5, 6 to Article 11. That is the articles which is dealing with the citizenship of India. Second one is what are the different methods to acquire Indian citizenship. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭിക്കാനുള്ള അക്വയർ ചെയ്യാനുള്ള എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളതെന്നാണ് സെക്കൻഡ് കാര്യം. ദെൻ ദ വേസ് ടു ലൂസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യങ്ങളും. So these are the 3 points we are discussing today. Okay. Meaning of citizenship. ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിൽ അതിന് കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല സിറ്റിസൺ എന്താണെന്നുള്ളത്. ഓക്കെ, സോ സിറ്റിസൺഷിപ്പ് മീൻസ് ആർട്ടിക്കിൾ 5 to 11 ഡീൽ വിത്ത് ദി സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ്. ഇപ്പോൾ സ്റ്റേറ്റും വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് സിറ്റിസൺഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതായത് ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാതായി പോകും. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ പാടുള്ളൂ. സോ ഇറ്റ് സിഗ്നിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്ന രാജ്യം. ഓക്കെ, so actually citizenship is a legal status acquired by a person in a state wherein he is entitled to enjoy all the legal rights and privileges granted by the state, and he is obliged to obey the laws and fulfill the duties imposed by the state. Okay, so സിറ്റിസൺഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ആ വ്യക്തിക്ക് ഇറ്റ് വിൽ ഗിവ് എ ലീഗൽ സ്റ്റാറ്റസ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിന് ആ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിലൂടെ ഒരു എന്താണ് ഒരു ലീഗൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട് അല്ലെ ഇന്ത്യൻ ഭരണഘടന. കാരണം ആ രാജ്യത്തുള്ള എല്ലാ റൈറ്റ്സും അയാൾക്ക് ബാധകമായിരിക്കും. ആൻഡ് ഹി വിൽ ബി ഒബ്ലൈജ്ഡ് ടു ഡു ഓൾ ദ ഡ്യൂട്ടീസ് ആൻഡ് ഓൾസോ ഈസ് ഒബ്ലൈജ്ഡ് ടു ഒബേ ഓൾ ദ ലോസ് പെർസിസ്റ്റിംഗ് ഇൻ ദ കൺട്രി. അപ്പോൾ ആ രാജ്യത്തിലെ എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാനും അതുപോലെ തന്നെ അയാൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കടമകൾ ഡ്യൂട്ടീസും നിർവഹിക്കാനും അയാൾ ബാധ്യസ്ഥനാണ് അല്ലേ ഇന്ത്യൻ സിറ്റിസൺ ആവുന്നതിലൂടെ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എന്താണ് ഈ ഭരണഘടന നൽകുന്ന എല്ലാ നിയമപരിരക്ഷകളും അയാൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ അയാൾക്ക് അനുവദിച്ചിട്ടുള്ള ഒരുപാട് റൈറ്റ്സ് ഉണ്ട് അല്ലേ. ആ റൈറ്റ്സ് ഒക്കെ അയാൾക്ക് ചെയ്യാനുള്ള എല്ലാ ലിബർട്ടിയും അയാൾക്ക് അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കും. സോ അതാണ് ഒരു ഒരു സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിലൂടെ ഈ വിൽ ഗെറ്റ് എ ലീഗൽ സ്റ്റാറ്റസ് ഇൻ ദ കൺട്രി. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഇപ്പോഴും സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടാവും. ഒരുപാട് മൈഗ്രൻസ് ഒക്കെ ആയി വന്നവർ ഇപ്പോഴും ലീഗലി സിറ്റിസൺഷിപ്പ് അല്ലാത്തവരൊക്കെ ജീവിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് എനി കൺട്രി ഈസ് സെഡ് ടു ബി സ്റ്റേറ്റ്ലെസ്. ഇപ്പോൾ ഒരു രാജ്യത്ത് സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറയും? സ്റ്റേറ്റ്ലെസ് എന്നാണ് പറയാറ്. ആൻഡ് ഓൾസോ ഇന്ത്യ ഡസ് നോട്ട് പെർമിറ്റ് മൾട്ടിപ്പിൾ ഓർ ഡ്വൽ സിറ്റിസൺഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇരട്ട സിറ്റിസൺഷിപ്പ് ഇന്ത്യ അനുവദിച്ചു കൊടുക്കുന്നതല്ല. അപ്പോൾ ഇന്ത്യയിലുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഈ ഷുഡ് ഹാവ്. ഓക്കെ, 2 രാജ്യങ്ങൾ സിറ്റിസൺഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. എന്തെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്? കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഓൾറെഡി പറഞ്ഞു ആർട്ടിക്കിൾ 5 to 11 ഈസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ യൂണിയൻ ആൻഡ് ടെറിട്ടറി 1 to 5 ആയിരുന്നു. Article 1 to 4 deals with the union and its territories. Article 5 to 11 deals with the citizenship of India. The Constitution of India is the primary legal instrument that lays down who is deemed to be citizen of India. So Constitution of India ആണ് അതിൻ്റെ നിയമവ്യവസ്ഥകൾ പറയുന്നത്, അതായത് ആരൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നുള്ള കാര്യം അത് പറയുന്നത് ബൈ ദീസ് ആർട്ടിക്കിൾസ് ഫ്രം 5 to 11. The Constitution of India does not define the term citizen. Citizenship is listed in the Union list under the Constitution and thus is under the exclusive jurisdiction of Parliament. ഇപ്പോൾ പാർലമെന്റിന്റെ നേരിട്ടുള്ള കൺട്രോളാണ്. ഈ യൂണിയൻ ലിസ്റ്റിലാണ് സിറ്റിസൺഷിപ്പ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പാർലമെന്റിൽ നേരിട്ടുള്ള കൺട്രോളാണ് ഈ സിറ്റിസൺഷിപ്പും അതിന്റെ
അവകാശവും അതിൻ്റെ ടെർമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. So it is, as already told, it is governed under the Article 5 to 11 by Part 2 of the Constitution of India. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 to 11 ആണ് സിറ്റിസൺഷിപ്പുമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഈ ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് വൺ ബൈ വൺ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 5 ഇറ്റ് ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ് ബൈ ഡൊമിസൈൽ. എന്താണ് ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ? നമ്മളെ ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വാസസ്ഥലം എന്നാണ് ഡൊമിസൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ബൈ ഡൊമിസൈൽ, നമ്മൾ ഈ രാജ്യത്ത് ഈ സ്ഥലത്ത് ഒരുപാട് കാലങ്ങളായി നിൽക്കുന്ന ഒരാളാണ്, ഇവിടെ ജനിച്ച ആളാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ആ നിൽക്കുന്ന സ്ഥലത്തിൽ ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് നമുക്ക് ലഭിക്കണം, അല്ലേ? അപ്പോൾ സിറ്റിസൺഷിപ്പ് ബൈ ഡൊമിസൈൽ ഈസ് വാട്ട് ഈസ് റിട്ടേൺ ഇൻ ദ ആർട്ടിക്കിൾ 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് അതിൽ പറയുന്ന കാര്യം? ഓൾ ദോസ് ഡൊമിസൈൽഡ് ആൻഡ് ബോൺ ഇൻ ഇന്ത്യ വെർ ഗിവൺ സിറ്റിസൺഷിപ്പ്. Even those who were domiciled and not born in India, but either of whose parents were born in India, were considered as citizens. Anyone who had been an ordinary resident for more than 5 years was entitled to apply for citizenship. ഓക്കെ. അപ്പോൾ എന്താന്ന് പറയുന്നത്, ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് നൽകിയിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിൽ ജനിച്ച ആൾക്കാരല്ലെങ്കിൽ പോലും അവരുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ഉള്ളവരാണെങ്കിൽ, ഹി ക്യാൻ ഓൾസോ ബി കൺസിഡർ ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഓക്കെ. And also, if an ordinary man who is living in India for more than 5 years, then he is having the right to apply for the citizenship in India. എനിക്കൊന്ന് 5 to 7 years ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ ആ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അവകാശം അയാൾക്കുണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് സിറ്റിസൺഷിപ്പ് ബൈ ഡൊമിസൈൽ. നമ്മൾ താമസവുമായി ബന്ധപ്പെട്ട അവകാശമാണ്, അങ്ങനെ അക്വയർ ചെയ്യുന്ന സിറ്റിസൺഷിപ്പാണ് സിറ്റിസൺഷിപ്പ് ബൈ ഡൊമിസൈൽ, ഡീലിംഗ് ഇൻ ആർട്ടിക്കിൾ 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 6, ഇപ്പോൾ ആർട്ടിക്കിൾ 5 to 11 ആണ് ഇതിലുള്ളത്, അല്ലേ? ആർട്ടിക്കിൾ 6 എന്താ പറയുന്നത്? സിൻസ് ഇൻഡിപെൻഡൻസ് വാസ് പ്രിസീഡഡ് ബൈ പാർട്ടീഷൻ ആൻഡ് മൈഗ്രേഷൻ, ആർട്ടിക്കിൾ 6 laid down that anyone who migrated to India before 19th July 1949 would automatically become an Indian citizen if either of his or her parents or grandparents was born in India. But those who entered into India after this have to register themselves. So there are different methods to acquire citizenship. Okay, നമുക്ക് ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടും, ബൈ രജിസ്ട്രേഷൻ നമുക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാം. അപ്പോൾ അത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അക്വയറിംഗ് സിറ്റിസൺഷിപ്പ്, അത് അടുത്തതായിട്ട് വരുന്നതാണ്. സോ ആർട്ടിക്കിൾ 6 എന്താ പറയുന്നത്? Citizenship of migrants to India from Pakistan. We know that already during partition, after independence, after partition, there are two countries, Pakistan and India. So if someone in Pakistan, if they are willing to come and continue living in India, അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തിരുന്നു. പക്ഷെ അവർ ദേ ഷുഡ് മൈഗ്രേറ്റ് ടു ഇന്ത്യ ബിഫോർ 19th July 1949. 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിലും 1949 ഓൾമോസ്റ്റ് ഒരു 2 year ഓൾമോസ്റ്റ് കൊടുത്തു, അല്ലേ? വിത്തിൻ ദ 2 years if they are migrating to India, that is before 19th July 1949, then they will be given the citizenship of India. Okay. If they are coming after that, if they are willing to stay in India thereafter, then they have to register. അത് ഒരു മെത്തേഡാണ് അക്വയർ ചെയ്യാൻ വേണ്ടിയില്ലേ. പക്ഷേ ഇതിന് മുമ്പ് വന്ന മൈഗ്രൻസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തു, ബട്ട് പ്രൊവൈഡഡ് ദർ ഹിസ് ഓർ ഹെർ പാരൻസ് ഓർ പാരൻസ് വാസ് ബോൺ ഇൻ ഇന്ത്യ. അയാളുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യൻ വംശജന, മീൻസ് ഇന്ത്യൻ വംശജനല്ല, ഇന്ത്യയിൽ ജനിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷൻ കൂടി ബാധകമാണ്. ഓക്കെ. സോ ദാറ്റ് ഈസ് സിറ്റിസൺഷിപ്പ് ഓഫ് മൈഗ്രൻസ് ടു ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ. ദാറ്റ് ഈസ് റിട്ടേൺ ഇൻ ആർട്ടിക്കിൾ 6 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Next one is citizenship of migrants of Pakistan. That is already ഒരു പാകിസ്ഥാനിൽ നിൽക്കുന്ന ഒരാൾ if has to migrate to പാകിസ്ഥാൻ ആഫ്റ്റർ 1st March 1947. അതായത് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരാൾ, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, മീൻസ് ആഫ്റ്റർ 1947, സോറി, ആഫ്റ്റർ 1st March 1947 പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരാൾ ഈസ് നോട്ട് കൺസിഡർ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. പക്ഷേ ദർ എക്സെപ്ഷൻ ഹാസ് മെയ്ഡ് ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ. അതിനുശേഷം ഏതൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അയാളുടെ ഇന്ത്യയിൽ റീസെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട്
if the person has migrated to Pakistan after 1st March 1947, then he shall not be considered as a citizen of India. അതാണ് സിറ്റിസൺഷിപ്പ് ഓഫ് മീൻസ് അതാണ് ആർട്ടിക്കിൾ 7ൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സിറ്റിസൺഷിപ്പ് ഓഫ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. That is in Article 8. This is for a person who are residing outside India in any other country, but either of the parents, either of his parents or grandparents have taken birth in India, and if the person is registered as a citizen of India by a diplomatic or consular representative of India, shall be considered as a citizen of India. അപ്പോൾ പുറത്ത് ജനിച്ച് വളർന്ന ഒരാൾ, പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി, but if his parents, ഒന്നെങ്കിൽ parents or his grandparents was born in India or have taken birth in India, then that person is and if the person is registered as citizen of India by the methods of registration, then he will be considered as a citizen of India. അപ്പോൾ ഇന്ത്യൻ ഒറിജിനിൽ ഒരാൾക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാം. ഇന്ത്യൻ ഒറിജിനിൽ ഒരാൾ പറഞ്ഞാൽ അയാൾ ഇന്ത്യയിൽ ജനിക്കണമെന്നോ ഇന്ത്യയിൽ ജീവിക്കണമെന്നോ വളരണമെന്നോ. പക്ഷെ പിന്നീട് അയാൾക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ he have the provision to take the citizenship provided എന്താണ് പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഇന്ത്യൻ ബോൺ ആയിരിക്കണം. ദാറ്റ് ഈസ് ഡീലിംഗ് ഇൻ ആർട്ടിക്കിൾ 8 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ആർട്ടിക്കിൾ 9 എന്താ പറയുന്നത്? പേഴ്സൺ വോളണ്ടറിലി അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് നോട്ട് ടു ബി സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് അക്വയറിംഗ് എ ഫോറിൻ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ്, വേറെ രാജ്യത്തിന് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ഈ വോണ്ട് ബി കൺസിഡർ ഫോർ ദി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. അതാണ് ആർട്ടിക്കിൾ 9 പറയുന്നത്. ആർട്ടിക്കിൾ 10 കണ്ടിന്യൂവൻസ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ ഒരാൾ സിറ്റിസൺഷിപ്പായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ പ്രൊവിഷൻസും അയാൾക്ക്, അതായത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന എല്ലാ പ്രൊവിഷൻസും അയാൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. He will be getting all the provisions for his rights, all the freedom for his rights. ഓക്കെ, അല്ലെങ്കിൽ പാർലമെന്റ് അയാൾക്ക് അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കും എല്ലാ റൈറ്റ്സും. ദെൻ പാർലമെന്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. ദാറ്റ് ഇസ് ആർട്ടിക്കിൾ 11. ലാസ്റ്റ് ആർട്ടിക്കിൾ 11 പറയുന്നത് എന്താണ്? Parliament has the right to make any provision with regard to the acquisition and termination of citizenship and any other matter related to citizenship. ഇപ്പോൾ ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് അയാളെ സിറ്റിസൺഷിപ്പ് കളയാനോ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആയിരിക്കുന്നുണ്ട് പാർലമെന്റിനുണ്ട്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദാറ്റ്, അതിനെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് of citizenship, അല്ലെങ്കിൽ these are the different articles dealing with the citizenship of India. Okay, citizenship under the Citizenship Act 1955. So 1955 Citizenship Act വന്നത്. Based on that there are different methods of acquiring citizenship of India. Indian citizenship നമുക്ക് എടുക്കണമെങ്കിൽ അതിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ there are different ways, modes by which we can lose the citizenship of India. Indian citizenship നഷ്ടപ്പെടാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, the parliament in exercise of the power given to it under Article 11 of the Constitution has passed the Indian Citizenship Act 1955. This act provides for the acquisition and termination of citizenship in India. അപ്പോൾ ആർട്ടിക്കിൾ 11 എന്താ കൊടുക്കുന്നത്? പാർലമെന്റിന് പവർ കൊടുക്കുന്നുണ്ട് അല്ലെ? എന്താണ്? ഒരാളുടെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനുള്ള, ടെർമിനേറ്റ് ചെയ്യാനുള്ള പവർ, അതായത് ത്രൂ ലോ അത് ചെയ്യാനുള്ള പവർ പാർലമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് എന്താണ് 1955 കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് ഹാസ് പാസ്ഡ് ആൻ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഓക്കെ, ദിസ് ആക്ട് പ്രൊവൈഡ് ഫോർ ദ അക്വിസിഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിനുശേഷം ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. 1986 to 2019 വരെയുള്ള അമെൻമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മോഡ്സ് ഓഫ് അക്വയറിംഗ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓർ ഡിഫറെന്റ് വേസ് ഓഫ് അക്വയറിംഗ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്? So there are 5 ways ആണ്, 4 to 5 ways. Okay, 5 അല്ല, there are 5 ways in which Indian citizenship can be acquired. One is by birth, by descent, by registration, by naturalization and by incorporation of territory. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻസ് എല്ലാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ബർത്ത് നമുക്കറിയുന്നതാണ്. ബൈ ഡിസെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു. ബൈ ഡിസെൻറ്റ് പറഞ്ഞാൽ നമ്മളെ ഒരു
എന്താ പറയുക, ഹെറിഡിറ്ററി, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, നമ്മളെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഈ ഒരു വംശജരാണെങ്കിൽ, അല്ലെങ്കിൽ വംശപരമ്പര എന്നൊക്കെ നമ്മൾ പറയും, ഓക്കെ അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, അല്ലെങ്കിൽ ബൈ പുതിയ ടെറിട്ടറി നമ്മളെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റേറ്റിൽ പെടാത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പെടാത്തൊരു ഏതെങ്കിലും ഒരു ദ്വീപ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഭാവിയിൽ മാറുകയാണെങ്കിൽ, ഒരു ടെറിട്ടറി ആയിട്ട് മാറുകയാണെങ്കിൽ, ദെൻ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം. അതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ബൈ ബർത്ത്. ഓക്കെ, എ പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ ഓൺ ഓർ ആഫ്റ്റർ 26 ജനുവരി 1952, 1 ജൂലൈ 1987. അതായത് ബൈ ബേർത്തിൽ എങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, ദ ഡിഫറെൻറ്റ് മീൻസ് അതാണ് കൊടുക്കുന്നത്. എവരി പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ ഓൺ ഓർ ആഫ്റ്റർ 26 January 1950, but before 1st July 1987 is an Indian citizen irrespective of the nationality of his or parents. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലയളവിൽ ഇന്ത്യയിൽ ജനിച്ച ആരും ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് അംഗീകരിക്കുന്നതാണ്, റെസ്പെക്റ്റീവ് ഓഫ് ദ നാഷണാലിറ്റി ഓഫ് ഹിസ് ഓർ ഹെർ പാരൻസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ബൈ ബർത്തിൽ വരുന്ന ആദ്യത്തെ കാര്യം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? എവറി പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 1st July 1987 and 2nd December 2004 is a citizen of India given either of his or her parent is a citizen of the country at the time of his birth. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അമെൻമെന്റ്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി വരുന്നത്. എവരി പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 87 and 2004 is a citizen of India given either of his or her parents is a citizen of the country at the time of his birth. അപ്പോൾ ഇയാൾ ജനിക്കുന്ന സമയത്ത് ഇയാളുടെ പാരൻസിൽ ആരെങ്കിലും എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജനിച്ച ആ വ്യക്തിയും ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് അംഗീകരിക്കുന്നതായിരിക്കും. ദെൻ എവരി പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ ഓൺ ഓർ ആഫ്റ്റർ December 3rd, 2004 is a citizen of the country given both his or her parents are Indians or at least one parent is a citizen and the other is not an illegal migrant at the time of birth. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ 3rd December 2004 ശേഷം ജനിച്ചല്ലായിരിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് അംഗീകരിക്കപ്പെടുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദി different ways of acquiring citizenship. The first way of acquiring citizenship is by birth. In that there are 2-3 points. Okay, അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആവുന്നതിൽ. ഓക്കെ, then second mode of acquiring citizenship. Second mode of acquiring citizenship is by second mode of acquiring Indian citizenship by registration. Okay, that is citizenship can also be acquired by registration. അപ്പോൾ അതിന് കുറച്ച് മാൻഡേറ്ററി റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Some mandatory rules are there. First one is a person of Indian origin who has been a resident of India for 7 years before applying for registration. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ഒരാൾ ഈസി ലിവിങ് ഹിയർ ഫോർ മോർ ദാൻ 5 years, 5 വർഷം കഴിയുമ്പോൾ തന്നെ അയാൾക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. മോർ ദാൻ 7 years ആണെങ്കിൽ he can apply for registration. He can apply for registration and he will be getting the അവരത് ചെക്ക് ചെയ്തിട്ട് അയാൾ എല്ലാം ഓക്കെ ആണെങ്കിൽ he will get the citizenship of India. ഇപ്പോൾ 7 വർഷം ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുണ്ടാവണം. Second thing is a person of Indian origin who is a resident of any country outside undivided India. അതായത് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം, പക്ഷെ അൺഡിവൈഡഡ് ഇന്ത്യയുടെ പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തുള്ള ആളാണെങ്കിൽ ഈസ് ഓൾസോ ഹാവ് ദ റൈറ്റ് ടു രജിസ്റ്റർ ഫോർ ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. ദെൻ എ പേഴ്സൺ ഹൂ ഈസ് മാരീഡ് ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് ഈസ് ഓർഡിനറിലി റെസിഡൻറ്റ് ഫോർ 7 years ബിഫോർ അപ്ലൈങ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ അതിനിപ്പോൾ ഈ പറയുന്ന ആൾ ഇവിടെ ഇന്ത്യൻ സിറ്റിസണെ മാരി ചെയ്തു ആൻഡ് ഇവിടുത്തെ ഒരു ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് 7 വർഷം താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, he is also having the right to apply for the registration. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ആൾക്കാർക്കൊക്കെ എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ അക്വയർ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. ദെൻ വൺ മോർ ഇസ് ദർ, മൈനർ ചിൽഡ്രൻ ഓഫ് പേഴ്സൺസ് ഹു ആർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ
മൈനർ ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ അവർക്കും സിറ്റിസൺഷിപ്പ് ചിലപ്പോൾ അവർ വേറെ ഇവിടെ ജനിച്ചതൊന്നും ആയിരിക്കില്ല, അപ്പോൾ അവർക്കും എന്താണ് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും ബട്ട് ദേ ഹാവ് ടു രജിസ്റ്റർ. ഇതൊക്കെയാണ് ബൈ രജിസ്ട്രേഷനിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെ ഡിഫറെൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ്. ദെൻ അക്വയർ സിറ്റിസൺഷിപ്പ് ബൈ ഡിസെൻറ്റ്, അതായത് നമ്മളെ വംശപരമ്പര ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നില്ല. ഓക്കെ, സോ എ പേഴ്സൺ ബോൺ outside India on or after January 26, 1950 is a citizen of India by descent if his or her father was a citizen of India by birth. അപ്പോൾ ജനുവരി 26, 1950ക്ക് ശേഷം അല്ലേ പേഴ്സൺ പുറത്താണ് ജനിക്കുന്നതെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് ജനിക്കുകയാണെങ്കിൽ, ബട്ട് ഇഫ് ഹിസ് ഫാദർ അല്ലെങ്കിൽ ഹെർ ഫാദർ വാസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ ബേർത്ത് ആണെങ്കിൽ എന്താണ് he will get the citizen, he or she will get the citizenship of India by descent അല്ലെ. ഈ വംശപരമ്പര ഉണ്ട് എന്നുള്ള അവകാശവാദത്തിലൂടെ അയാൾക്കും ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, that means a person born outside India shall be a citizen of India by descent. Then a person born outside India on or after December 10, 1992 but before December 3, 2004 if either of his parent was a citizen of India by birth. പിന്നെ പറയുന്ന ഈ ഒരു കാലയളവിൽ അല്ലെ ഉള്ള ജനിച്ച ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരാൾ ഇഫ് ഹിസ് പാരൻസ് ഓർ ഹെർ പാരൻസ് വാസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ ബർത്ത്. പാരൻസ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ, ഓക്കെ, ഏതെങ്കിലും ഒരു പാരന്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ബൈ ബർത്ത് ആണെങ്കിൽ ദെൻ ഹി ഈസ് ഓൾസോ വിൽ ബി ഗെറ്റിംഗ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ഡിസെന്റ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ദെൻ ഇഫ് എ പേഴ്സൺ born outside India or on or after December 3, 2004 has to acquire citizenship, her parents have to declare that the minor does not hold a passport of another country and his or her birth is registered at an Indian consulate within 1 year of birth. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും എന്താണ് അയാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഡിസംബർ 3, 2004 ശേഷം ജനിച്ച ഒരാൾ അല്ലെ, ഔട്ട്സൈഡ് ഇന്ത്യയിൽ ജനിച്ച ഒരാൾ പാരന്റ് ബൈ ഡിസെന്റ് എന്ന മെത്തേഡിൽ കിട്ടണമെങ്കിൽ തന്നെ ഹിസ് പാരന്റ്സ് ഹാവ് ടു ഡിക്ലെയർ ദാറ്റ് ഹീസ് എ മൈനർ ആൻഡ് ഡസ് നോട്ട് ഹാവ് എ പാസ്പോർട്ട് ആൻഡ് ഓൾസോ അയാളുടെ ജനിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ കോൺസുലേറ്റ്, ആ രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ബൈ ഡിസെന്റ് ആയിട്ട് എന്താണ് ഹി ഓർ ഷീ ഓൾസോ വിൽ ഗെറ്റ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. So that is the citizenship by descent. Then registration നോക്കി, then by naturalization. Individuals who are not illegal immigrants, that is a person can acquire citizenship by naturalization if he or she is ordinarily resident of India for 12 years throughout 12 months preceding the date of application and 11 years in the aggregation and fulfills all qualifications in the third schedule of the Citizenship Act. ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ തേർഡ് ഷെഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഫേവറായിട്ട് വരികയാണെങ്കിൽ ആൻഡ് ഓൾസോ ഇഫ് ഹി ഈസ് ലിവിങ് ഹിയർ ഈസ് ആൻ ഓർഡിനറി റെസിഡന്റ് ഓഫ് ഇന്ത്യ 12 years ദെൻ ഒരു 11 വർഷമാകുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, അയാൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു 12 മാസം അല്ലെങ്കിൽ ഒരു വർഷം അയാൾ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ബൈ നാച്ചുറലൈസേഷൻ എന്താണ് അയാൾക്ക് ഈ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതായിരിക്കും 12 വർഷം നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. The act does not provide for dual citizenship or dual nationality. It only allows citizenship for a person listed under the provisions above by birth, descent, registration or naturalization. Indian citizenship is a general point ആണ്. Indian citizenship is not does not provide for any dual citizenship or dual nationality. ഡുവൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഡുവൽ നാഷണാലിറ്റി ഒന്നും അംഗീകരിക്കുന്നതല്ല ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഓക്കെ, ദെൻ വൺ മോർ ഇസ് ദർ, ഫിഫ്ത്ത് വൺ കൂടിയുണ്ട്. ഇപ്പോൾ ചിലതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ യു മേ ബി സീയിങ് ഓൺലി ദർ 4 മെത്തേഡ്സ് ഓഫ് അക്വയറിംഗ്, 4 മോഡ്സ് ഓഫ് അക്വയറിംഗ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കും കാണാറ്. ചില ടെക്സ്റ്റ് ബുക്കിൽ 5 മോഡ്സ് ഉണ്ട്. അപ്പോൾ 5th മോഡാണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ദാറ്റ് ഈസ് ദ 5th മോഡ് ഓഫ് അക്വയറിംഗ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. അതെങ്ങനെയാണ്? If any foreign territory becomes the part of India, then the government of India will specify that
who will known as Indian citizenship of that foreign territory. ഓക്കെ, ഇൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഫോറിൻ ടെറിട്ടറി, നമ്മളുടെ ഇന്ത്യയുടെ ഭാഗമല്ലാത്തൊരു ടെറിട്ടറി അത് ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ സ്പെസിഫൈ who will known ആസ് ദ ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ദാറ്റ് ഫോറിൻ ടെറിട്ടറി. അങ്ങനെ കൊടുക്കുന്ന സിറ്റിസൺഷിപ്പിനെയാണ്, അങ്ങനെ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമല്ലോ. നമ്മൾ ഇന്ത്യയുടെ ഭാഗമായി മാറും, നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ പാർട്ടായിരിക്കും, പക്ഷേ ഇന്ത്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തിന് സിറ്റിസൺഷിപ്പ് തരണം. അപ്പോൾ അതിനെയാണ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത്. acquiring citizenship by incorporation of territory. There are 5 modes by we can acquire citizenship: by birth, by descent, by registration, by naturalization, and by incorporation of territory. Like example, like when Pondicherry became the part of India, then the government of India issued an order to tell that we all be qualified to become the Indian citizens. ഇപ്പോൾ പോണ്ടിച്ചേരി ലേറ്റ് കുറേ അല്ലെ, നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം പോണ്ടിച്ചേരി, അതിന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പോണ്ടിച്ചേരി ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയിട്ടാകുമ്പോൾ എന്താണ്, ആ പോണ്ടിച്ചേരിയിൽ സിറ്റിസൺഷിപ്പിൽ ആർക്കൊക്കെ ഇന്ത്യൻ സിറ്റിസൺസ് ആവാന്നുള്ളത് ഗവൺമെൻറ് അന്നേരം സ്പെസിഫൈ ചെയ്തിരുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിരുന്നു. അതുപോലെ ഇനി ഭാവിയിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദ്വീപോ വല്ലതും നമ്മുടെ ഭാഗമായി മാറുകയാണെങ്കിൽ, ഇന്ത്യൻ ടെറിട്ടറി ഭാഗമായി മാറുകയാണെങ്കിൽ, അന്നേരം ഗവൺമെൻറ് വിൽ ഇഷ്യൂ ദ ഓർഡർ സ്പെസിഫൈങ് ഓൾ ആർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ദർ ആർ മെനി അമെൻമെൻറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നവരെ മോർ ദാൻ 100 ടൈംസ് അമെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റിസൺഷിപ്പ് ആക്ട്. സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ ഫൈനൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് ഇറ്റ് ഹാസ് ഓൾറെഡി അമെൻഡഡ് മോർ ദാൻ 100 ടൈംസ് എന്നോ ഒരു ഓൾറെഡി 100 ടൈംസിൽ കൂടുതൽ അമെൻഡ് ചെയ്തതാണ്. ബട്ട് ആഫ്റ്റർ ദി ഫൈനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് അമെൻഡഡ് മോർ ദാൻ 3 or 4 ടൈംസ് ഐ തിങ്ക്. അപ്പോൾ അതിലൊരു ലാസ്റ്റ് വന്നൊരു അമെൻമെൻറ്റ് ബില്ലാണ് 2019 അത് ജസ്റ്റ് അത് മാത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ 2019 ഒരു അമെൻമെൻ്റ് ആണ്. ദ അമെൻമെൻറ്റ് proposes to permit members of 6 communities. എന്താണ് the amendment proposes to permit members of 6 communities, that is Hindus, Sikhs, Buddhists, Jains, Parsis and Christians from Pakistan, Bangladesh and Afghanistan to continue to live in India if they entered India before December 14, 2014. ഓക്കെ, ഡിസംബർ 14, 2014 മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പലായനം ചെയ്ത പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ അഫ്ഗാനിസ്ഥാനിലെയോ ഈ വരുന്ന കമ്മ്യൂണിറ്റീസിലെ ആൾക്കാർക്ക് ആരൊക്കെയാണ്, ഹിന്ദുസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാർസീസ് ആൻഡ് ക്രിസ്ത്യൻസ്, അവർക്ക് ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അവർക്ക് കണ്ടിന്യൂ ചെയ്ത് ജീവിക്കാൻ വേണ്ടി പറ്റും. അതാണ്, അല്ലെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കൊടുക്കും എന്നതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല് 2019 പറയുന്നത്. റീസെൻ്റ്ലി വന്നതായതുകൊണ്ട് അത് മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഇതിനു മുമ്പ് ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, then next one is modes of losing Indian citizenship. So till now we are discussing about the modes of acquiring citizenship. അത് 5 methods ഉണ്ടല്ലോ: by birth, by descent, by registration, by naturalization and by territory, acquiring territory അല്ലേ. അപ്പോൾ this is mode of losing Indian citizenship. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോവുക, അതിനും 3 വേസിൽ നഷ്ടപ്പെട്ടു പോവാം. One is by renunciation. There are 3 ways. One is by termination and one is by deprivation. So the Citizenship Act 1955 also lays down the 3 modes by which an Indian citizen, whether a citizen at the commencement of the constitution or subsequent to it, may lose his or her citizenship. It may happen in any of the 3 ways: renunciation, termination and deprivation. We will discuss one by one. Okay. First one. So renunciation: a person of full age and capacity in a prescribed manner can renounce the citizenship of India. എങ്ങനെയാണ്, നമുക്ക് സ്വമേധയാ നമുക്ക് എന്ത് ചെയ്യാം, സിറ്റിസൺഷിപ്പ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഓക്കെ, ബട്ട് സച്ച് അപ്ലിക്കേഷൻ, നമ്മൾക്ക് പ്രായപൂർത്തിയായ ഒരാളിന് എന്താണ് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുക, എന്തിനാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മൾ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് നോക്കാം. അതാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുത്താം, ലൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കാം. എ പേഴ്സൺ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ ക്യാൻ റിനൗൺസ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, ബട്ട് സച്ച് ആപ്ലിക്കേഷൻ വിൽ ബി വിത്ത്ഹെൽഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് എമർജൻസി ഓർ വാർ. പക്ഷേ എമർജൻസി അല്ലെങ്കിൽ വാർ ആണെങ്കിൽ അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് വിത്ത്ഹെൽഡ് ആക്കി വെക്കും.
If a married couple renounces their citizenship, their child also ceases to be an Indian citizen unless 1 year after the attaining majority, the child applies via registration to citizenship shall continue to be a citizen of India. അതായത് മാരീഡ് കപ്പിൾ ആണെങ്കിൽ അവർക്കൊരു കുട്ടിയുണ്ടെങ്കിൽ മാരീഡ് കപ്പിൾ ഇതുപോലെ റിനൗൺസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കുട്ടിയുടെയും സിറ്റിസൺഷിപ്പ് നഷ്ടമാകും. പിന്നീട് ആ കുട്ടിക്ക് ഭാവിയിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അഗെയിൻ ഹി ഹാസ് ടു അപ്ലൈ വയ രജിസ്ട്രേഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്യണം. ഏത് നേരത്തെ പറഞ്ഞ വേസ് ഓഫ് അക്വയറിംഗ് സിറ്റിസൺഷിപ്പിൽ അതിൻ്റെ രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് വീണ്ടും അത് റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് റിനൗൺസിയേഷൻ. സെക്കൻഡ് വൺ ഈസ് ബൈ ടെർമിനേഷൻ. എന്താണ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ? ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ആയിരിക്കും അല്ലേ. സോ ടെർമിനേഷൻ ബൈ ലോ. If a person gets the citizenship of any other country, then the Indian citizenship ceases to exist as multiple or dual citizenship is not permitted in India. നോൺ ആണല്ലോ അതിന് തന്നെ. എന്താണ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഒരാൾ വേറെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ദാറ്റ് ഈസ് എ ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. ദെൻ തേർഡ് വൺ ഈസ് ഡിപ്രിവേഷൻ. ഡിപ്രിവേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളേതെങ്കിലും അതും ഡിപ്രിവേഷൻ മീൻസ് ഇറ്റ് ഈസ് എ കമ്പൽസറി ടെർമിനേഷൻ. ഓക്കെ, അതായത് ഡിപ്രിവേഷൻ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു അവകാശമാണ്. അതായത് ഇപ്പോൾ നമുക്ക് പല അവകാശങ്ങളും നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് രേഖാമൂലമുള്ള അവകാശമാണ് അല്ലെ. ഇപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ മുകളിൽ അവകാശം ഡോക്യുമെൻറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മളെ എല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. നമ്മളെ പണമായാലും പാർപ്പിടമായാലും അല്ലെ, നമ്മുടെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ എല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. അതാണ് നമ്മുടെ അവകാശം. നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റൂല അല്ലേ. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ ഇല്ലീഗൽ മെത്തേഡ്സിലൂടെ ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്രോഡ് രൂപത്തിലൂടെ നമ്മൾ മെത്തേഡ് ആക്കുകയാണെങ്കിൽ അത് പിന്നീട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യും. ഏത് ഈ സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കിയത് ഫ്രോഡ് മെത്തേഡ്സിലൂടെ ആണെങ്കിൽ അതിനാണ് പറയുന്നത് ഡിപ്രിവേഷൻ, ലൂസ് ഓഫ് സിറ്റിസൺഷിപ്പ് ഡിപ്രിവേഷൻ. ദാറ്റ് ഈസ് എ കമ്പൽസറി ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. ദാറ്റ് മീൻസ് ഇഫ് എ പേഴ്സൺ ഹാസ് അക്വയർഡ് സിറ്റിസൺഷിപ്പ് ബൈ fraudulent means, then the government of India has the power to deprive the person of his citizenship. ഓക്കെ, അപ്പോൾ അതാണ് ഡിപ്രിവേഷൻ. ദാറ്റ് ഇസ് എ ലൂസിങ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ഡിപ്രിവേഷൻ. അതിൽ കുറേ കാര്യങ്ങൾ വരാം അല്ലേ. ഒന്നെങ്കിൽ ഫ്രോഡ് ആൻഡ് മീൻസിലൂടെ ആവാം. ഇഫ് ദ സിറ്റിസൺ ഹാസ് ഷോൺ ഡിസ്ലോയൽറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇഫ് ദ സിറ്റിസൺ ഹാസ് അൺലോഫുള്ളി ട്രേഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് എനിമി ഡ്യൂറിങ് വാർ. ഒരു യുദ്ധ കാലഘട്ടത്തിൽ ഈ ഒരു സിറ്റിസൺ എന്തെങ്കിലും ചാരപ്രവൃത്തി ചെയ്താൽ അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കച്ചവടം ഒരു ഈ എനിമി രാജ്യമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതൊക്കെ ഡിഫറെൻറ്റ് കേസസ് ആണ് ഫോർ ഡിപ്രിവേഷൻ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യു വിൽ ബി ഡിപ്രൈവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത്രയാണ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ലൂസിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ളത്. പിന്നെ ഈ സിറ്റിസൺസ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഓൺലി ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇൻ പാർലമെന്റ് ആൻഡ് അസംബ്ലി ഇലക്ഷൻസ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഓക്കെ, ദീസ് ഓൾ ആർ ദ റൈറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺ. ദാറ്റ് ഈസ് റൈറ്റ് ടു വോട്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു ഹോൾഡ് എ പബ്ലിക് ഓഫീസ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇതൊക്കെ വേണമെങ്കിൽ ദേ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓൾസോ വൺ മോർ പോയിന്റ് ഈസ് ദാറ്റ് ഇന്ത്യ ഈസ് ഫോളോയിങ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് സിസ്റ്റം. ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ ഈസ് ഫോളോയിങ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് സിസ്റ്റം ആൻഡ് ഇന്ത്യ അഡോപ്റ്റഡ് ദിസ് ഐഡിയ ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫ്രം ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് സിറ്റിസൺഷിപ്പ് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ആർട്ടിക്കിൾ 5 to 11 ആണ് ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ഒരു മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ എൻഡ് ചെയ്യാണ്. സ്ലൈഡ്സ് ഓൾറെഡി ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. പാർട്ട്